ഹായ് ഗായ്സ്, കുറേ ആയി എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ജേർണൽ ചെയ്തിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജേർണൽ വീഡിയോ ആവാം. എനിക്ക് ഈ ജേർണലൊക്കെ ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ആയത് എൻ്റെ പാരൻസിൻ്റെ അടുത്തു നിന്നുള്ള സപ്പോർട്ടാണ്. ഒരു കുട്ടി ഒരു പിക്ചർ വരച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പാരൻസിൻ്റെ അടുത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പിക്ചറിൽ എന്തൊക്കെ തെറ്റുണ്ടായോ അതൊക്കെ തിരുത്തി ആ കുട്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊക്കെ ആ കാര്യമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ജേർണൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ജേർണലിൽ ഇന്നൊന്നും തീരുമില്ല. ഫസ്റ്റ് തന്നെ ഞാൻ മെമ്മോ കാർഡ് ഒട്ടിച്ച് തന്നെ തുടങ്ങി. പിന്നെ ഒരു പിക്കും പിന്നെ ഒരു സ്റ്റിക്കറും പിന്നെ ഒരു സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് ഞാൻ സെറ്റ് ആക്കി എടുത്തു. ഇത് മാത്രമല്ല ഇനിയുണ്ട് നമ്മുടെ സംഭവം. എന്നെ സംബന്ധിച്ച് ഈ ജേർണലിംഗ് ഒക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ സിമ്പിളാണ്. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ സിമ്പിളാണ്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കർ എവിടെ വെക്കും എന്നാണ് ഒരു കൺഫ്യൂഷൻ. നേരത്തെ തന്നെ കണ്ടില്ല ആ സ്റ്റാമ്പ് ഒട്ടിക്കാൻ നെട്ടോട്ടം തിരിയണത്. ചിലപ്പോൾ ഈ സ്ഥലത്ത് വെക്കാമെന്ന് തീരുമാനിച്ച സാധനം ഒരിക്കൽ അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണത്. അങ്ങനെയാണ് ഇതിൻ്റെ ഇച്ചിരി പ്രശ്നം. പക്ഷെ നല്ല സിമ്പിളാണ് ഇത് ചെയ്യാൻ. ജേർണലിങ്ങും ക്രാഫ്റ്റും മാത്രമല്ല എൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ്. ഞാൻ വരയ്ക്കുകയും ചെയ്യും. അതൊക്കെ ഒരു ദിവസം വരച്ച് ഞാൻ കാണിച്ചു തരാം. അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ജേർണലിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ അതിനകത്ത് എഴുതി വെച്ചു. പിന്നെ ഇതിലെ ഡെക്കോർ ചെയ്ത സ്ഥലത്തും ഞാനത് എടുത്തു വെച്ചു. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ ഇത്? അപ്പോൾ ഗൈസ് അടിപൊളിയല്ലേ? ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.